പാലക്കാട് പോപ്പുലർ ഫ്രണ്ട് നേതാവ് എ സുബൈർ വധക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് സംസ്ഥാന സർക്കാർ 6 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാകുമെന്ന സാഹചര്യത്തിൽ പ്രതികളുടെ ആവശ്യം അപ്രസക്തമാണെന്ന് സുപ്രീം കോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആർക്ക് എന്താണ് ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ? സുചിത്രൻ എന്ന കേസിൽ പ്രതിയായിട്ടുള്ള RSS പ്രവർത്തകൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പറയുന്നത് പ്രതികൾക്ക് ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ പാലക്കാട് ജില്ലയിലെ ക്രമസമാധാന നിലയായിരിക്കും അത് ബാധിക്കുക. അതുകൊണ്ട് അത് തടയാൻ വേണ്ടിയിട്ടുള്ള നടപടി എന്ന രീതിയിൽ പ്രതികൾക്ക് ജാമ്യം നൽകാൻ മുതിരരുത് എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. മാത്രമല്ല, വ്യക്തമായിട്ടുള്ള തെളിവുകൾ പ്രതികൾക്ക് എതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. അവർ കുറ്റക്കാരാണ് എന്ന് പ്രഥമദൃഷ്ട്യാ കോടതികൾക്ക് ബോധ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നൽകുന്നത്, പ്രത്യേകിച്ച് കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ 302 അടക്കം ചുമത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഉചിതമല്ല എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി ഉള്ളത്. മാത്രമല്ല, 6 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കാൻ വേണ്ടി വളരെ വേഗത്തിലാണ് ഇപ്പോൾ വിചാരണ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം നൽകിയാൽ ഈ വിചാരണയുടെ വേഗതയെ പോലും അത് ബാധിക്കും എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം. സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹർഷാദ് വി അഹമ്മദാണ് ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ശരി, ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.